ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അജുവേട്ടനും ആദ്യക്കുട്ടനും വ്രതം ആയതുകൊണ്ട് മിക്കവാറും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. എന്നാലും ഒന്നുകൂടെ പറയണം കേട്ടോ, ശബരിമലയുടെ വ്രതമാണ് ആദ്യക്കുട്ടനും അജുവേട്ടനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, എല്ലാം നമുക്ക് രാവിലെ തന്നെ നമ്മുടെ പണികൾ, അടുക്കള പണികൾ എളുപ്പം തീരും. ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഉള്ളിയും മുളകും ചമ്മന്തി അരയ്ക്കാം, അതുപോലെ തന്നെ ഉച്ചയ്ക്കിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പുലാവ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസം ഞാൻ പീരിയഡ്സിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അജുവേട്ടനായിരുന്നു ആ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടായിരുന്നു, അജുവേട്ടനും ആദ്യക്കുട്ടനൊക്കെ കൂടെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് കയറിയ ദിവസമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് കുറച്ച് ആ ഒരു ലൈനിലേക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് തിരിച്ച് ലൈനിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അതുപോലെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ആ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ എളുപ്പ പണികൾ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പരിപാടി ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് ദോശ. ഓൾമോസ്റ്റ് നമ്മൾ മാവ് അരച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ള ചമ്മന്തി, അതും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പുലാവ് എന്ന് വെച്ചാൽ മിക്സ് വെജിറ്റബിളിൻ്റെ ഫ്രോസൺ വെജിറ്റബിൾസ് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ പുലാവ് ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു കാലഘട്ടമാണല്ലോ ഇപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയണില്ല കേട്ടോ, റെസിപ്പിയൊന്നും. അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് എടുത്ത് വേഗം തട്ടിക്കൂട്ടിട്ടൊരു പുലാവ് ഉണ്ടാക്കി. അതാകുമ്പോൾ നമുക്ക് സലാഡോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. ചെറുതായിട്ട് എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ ഇടയ്ക്ക് ശബ്ദത്തിൽ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പനിയൊക്കെ കഴിഞ്ഞ് കോൾഡൊന്നും ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കഫ് ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് അഡ്വാൻസ് ആയിട്ട് സോറി പറയണു. അങ്ങനെ നമ്മൾ പുലാവിനുള്ള പ്രിപ്പറേഷൻസ് ഒരു സൈഡിലൂടെ ചെയ്യുമ്പോൾ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയണ പോലെ. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് അധികം സമയം കളയാൻ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഞാൻ ഒരു അടുപ്പിൽ നമ്മൾ കുക്കർ വെച്ചിട്ട് പുലാവിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റപ്പുറത്തെ സൈഡിൽ വേഗം ഇൻഡക്ഷനിൽ നമ്മൾ പാല് വെക്കുന്നുണ്ട് കേട്ടോ, കോഫിക്കും ചായക്കും ഒക്കെ ആയിട്ട്. അതിൻ്റെ അറ്റ് ദി സെയിം ടൈം അതേ ഇതിൽ തന്നെ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ മുറിച്ച് റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദോശയുടെ കൂടെയൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അജുവേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഞാൻ മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റ് തോന്നാറുണ്ടായിരുന്നത് ഉള്ളിയും തക്കാളിയും നമ്മൾ വഴറ്റിയിട്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഉണക്കമുളകില്ലേ, എന്താണ് പറയണത്, ഉണക്കമുളക് എന്നല്ല പറയുന്നത്, ഡ്രൈ ചില്ലി. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ അരച്ചെടുത്താണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അതൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ നമ്മളിത് വഴറ്റുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഓരോ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന ഓരോ ടിപ്സുകളാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കാമല്ലേ ഇതൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം നമ്മുടെ പാല് തിളച്ചപ്പോൾ ആദ്യക്കുട്ടനെ കോഫി എടുത്തിട്ടുണ്ട്. അവന് പാല് കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ കോഫിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാവൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാവ് എടുത്തിട്ട് വേഗം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശയുടെ ഒരു പരുവത്തിന് വേണ്ട രീതിയിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടുള്ള പരുവമാണ്. അതിൽ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് കട്ടിയായി പോകും ദോശ. എല്ലാവർക്കും നൈസ് ദോശയാണ് ഇഷ്ടം, റോസ്റ്റ് പോലത്തെ ദോശയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പാകമാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിടാൻ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും മിക്കവാറും സമയങ്ങളിലും എനിക്ക് തോന്നിയാൽ മാത്രം റെയറായിട്ട് മാത്രമേ ഞാൻ ഉപ്പിട്ടിട്ട് മാവ് ഇളക്കി വെക്കാറുള്ളൂ. അല്ലാത്തിടത്തോളം ഞാൻ മാക്സിമം ഉപ്പ് ഞാൻ ഇളക്കുന്ന സമയം വെള്ളം ഒഴിച്ച് ഇളക്കി നമ്മൾ ആ കൺസിസ്റ്റൻസി ആക്കുന്ന സമയത്തോടെ മാക്സിമം ഞാൻ ഇടാറുള്ളത്. നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മാവൊക്കെ നമ്മൾ ഇളക്കി നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയ ശേഷം വേഗം ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മുടെ ചമ്മന്തിയുടെ പരിപാടികളിലേക്ക് കടക്കുന്നുണ്ട്.
എണ്ണ ഈ പറഞ്ഞ പോലെ ചിലവർക്ക് തോന്നും ഒരുപാട് എണ്ണ ഉണ്ടെന്ന് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഞാനത് ക്യാമറ സൂം ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലാതെ അധികം എണ്ണ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടെ കുറച്ചു കേട്ടോ ഇപ്പം എണ്ണയൊക്കെ. എന്നെ പോലെ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോസിൽ അയ്യോ എൻ്റെ വീഡിയോ ഇങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അതിനാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തിലാണ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോനകത്ത് എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? ഒരു പക്ഷേ വീഡിയോ ഇടുന്ന എന്നെക്കാളും കൂടുതൽ കാണുന്ന നിങ്ങൾക്കല്ലേ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക നെഗറ്റീവ് സൈഡുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യസന്ധമായി കമൻറ്റ് ചെയ്യണം എന്താണ് നെഗറ്റീവ് പോയിന്റ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നൈസ് ദോശ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പരത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ആദ്യക്കുട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് എങ്ങനെ അമ്മ ഇത്ര നൈസായിട്ട് ദോശ പരത്താൻ കിട്ടുന്നത്? അവനുണ്ടാക്കും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവനറിയാം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചില സമയങ്ങളിൽ ആൾക്ക്. അപ്പോൾ പറയാമ്മ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ ഇടയ്ക്ക് അവനും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് ആയിട്ട് എനിക്ക് ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്ന റെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പണ്ടത്തെ കാലത്ത് റെസ്റ്റിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. കാരണം നമ്മൾ അടുക്കളയിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പം പിന്നെ അവർക്ക് വ്രതമായതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർ അടുക്കളയിൽ കയറണത്. അപ്പോൾ ആദ്യക്കൂട്ടിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവൻ പറയാറുണ്ട്, അമ്മ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടാറില്ല, അമ്മ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നൈസായി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനടുത്ത് നിന്നിട്ട്. ചിലപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, വല്ലാത്തൊരു ശബ്ദം പോലെ ഫീൽ ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഒരു ആണുങ്ങളുടെ ശബ്ദം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വോയിസ് ഓവർ കൊടുത്ത ദിവസം എന്ന് വെച്ചാൽ എനിക്ക് കണ്ണിൽ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ മരുന്നുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഭയങ്കര ഹെവി ഡോസ് ആയിട്ടുള്ള മരുന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അത്യാവശ്യം നന്നായിട്ട് ഉറക്കം വരുന്നുള്ളത്. രാത്രിയൊന്നും കഴിച്ചപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ. രാവിലെ കഴിച്ചപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റ ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദത്തിലൊരു ഭയങ്കര ഒരു അങ്ങനെ ആദ്യകുട്ടൻ്റെ കോഫി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏലക്കയാണ് കേട്ടോ ചായയിൽ മിക്കവാറും ഇടാറുള്ളത്. കാരണം ഇഞ്ചിയൊക്കെ ഇടിക്കാൻ നിന്ന് ഒത്തിരി സമയം എടുക്കുന്നുള്ളതുകൊണ്ട്. അപ്പം നല്ല ചൂട് പറക്കുന്ന ചായ അതില്ലാതെ എനിക്കൊരു ദിവസം നീങ്ങില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എനർജി ബൂസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും വിചാരിക്കാറുണ്ട് ചൂടുവെള്ളം കുടിക്കണമെന്നൊക്കെ, പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ അങ്ങനെ കുടിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചൂട് ചായ, നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മളപ്പോഴേക്കും നമ്മുടെ പുലാവും ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. പിന്നെ സമയം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസിൽ ഫുള്ളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് സത്യം. അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ പുലാവിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പപ്പടം ചുട്ടെടുക്കുകയാണ് കേട്ടോ. പുലാവ് ടിഫിനിലാക്കി അതിനൊപ്പം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പപ്പടം ചുട്ടതും സലാഡുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പപ്പടം ഈ ഇടയായിട്ട് അജുവേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും എണ്ണ കുറച്ച് കുറയ്ക്കണം എന്നുള്ളൊരിത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പപ്പടം ചുട്ടിട്ടാണ് കഴിക്കുന്നത്. ഫ്രൈഡ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. റോസ്റ്റഡ് ആണ് കൂടുതലും കഴിക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ റോസ്റ്റഡ് എന്ന് പറയണത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിവർത്തിയില്ലല്ലോ, കഴിച്ചല്ലേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. വായുടെ ടേസ്റ്റ് മാത്രം നോക്കിയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും വെളിയിൽ പോകുമ്പോൾ എനിക്ക് റോസ്റ്റഡ് ഇഷ്ടമല്ല. കാരണം അത് വലിയ പപ്പടമല്ല കിട്ടുന്നത്. അത് ഫുള്ളും തിന്ന് തീർക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം പല്ലിലൊട്ടി പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാക്സിമം ഞാൻ അപ്പം മാത്രം നമ്മൾ ഫ്രൈഡാണ് വാങ്ങിക്കുന്നത് കേട്ടോ.
അടുത്ത് നമ്മൾ സവാളയും പച്ചമുളക് കാര്യങ്ങളൊക്കെ മുറുക്കിയാണ് നമ്മുടെ തൈരിൽ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പണികളൊക്കെ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സലാഡ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തക്കാളി വെച്ച് സലാഡ് ഉണ്ടാക്കും, ചിലപ്പോൾ കുക്കുംബർ വെച്ച് ഉണ്ടാക്കും. നമുക്ക് നമ്മുടെ സിറ്റുവേഷനിൽ എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പൊമോഗ്രാനൈറ്റ്, അതായത് നമ്മുടെ മാതള നാരങ്ങ ഉണ്ടെങ്കിൽ ഇടും. അങ്ങനെ എന്താണോ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെകിയിടും. ഓരോ ദിവസം മൂഡിനനുസരിച്ചിരിക്കും. എപ്പോഴും ഒരേപോലെ കൊടുക്കുമ്പോൾ കഴിക്കുന്നവർക്കും ബോറടിക്കില്ല. അപ്പം ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതിൽ പ്രത്യേകിച്ച് വെറൈറ്റിയും കാര്യങ്ങളൊന്നുമില്ല. തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, തൈര്, ഉപ്പ് ഇത്ര മാത്രം ഇട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ചില സമയങ്ങളിൽ ബൂന്തിയൊക്കെ യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. രാവിലത്തെ നമ്മുടെ ഒരു പൊരിച്ചിലെന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ എഴുന്നേറ്റാലും നമുക്ക് സമയമില്ലാത്ത പോലത്തെ ഒരു ഫീൽ കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. എന്താ ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തായാലും എത്രയൊക്കെ നമ്മൾ ധൃതി വെച്ച് ചെയ്താലും എത്രയൊക്കെ നമ്മൾ സ്പീഡിൽ ചെയ്താലും പിന്നെയും നമുക്ക് സമയമില്ലാത്തൊരു ഫീലാണ്. പിന്നെ ലാസ്റ്റ് സമയം നോക്കുമ്പോൾ അയ്യോ സമയമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയ്യോ അവർ ഫുഡ് കഴിക്കാതെ പോവുമോ, ഫുഡ് കൊണ്ടുപോകാതെ പോവുമോ, നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ചെയ്യും. പിന്നെ നോക്കുമ്പോൾ സമയം അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ അജുവേട്ടൻ ഈ പറഞ്ഞ പോലെ ലേറ്റായി, ലോഗിൻ ചെയ്യാൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആളുമിണ്ടാതെ പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വട്ടം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാനിപ്പം ഒരു ടൈം പീസ് അടുക്കളയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടാണ് നമ്മുടെ പണികളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും കഴിക്കാതും കൊണ്ടുപോയൊക്കെ പോയിക്കണം നമുക്ക് വളരെ വിഷമമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ടിഫിനൊക്കെ ആക്കി വെച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ഫുൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനുള്ള അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. കാരണം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അജുവേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി ആദ്യം റെഡിയാവാൻ പോണു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വിളക്കോടുകൂടി നമ്മൾ കാണിക്കേണ്ടത്. ഇനി പാത്രം കഴുകാനും കുറേ പണികളുണ്ട്. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, സീ യു.